ചില മനുഷ്യരുണ്ട് മറ്റുള്ളവരെ കബളിപ്പിച്ച് മോഷണവും തട്ടിപ്പും ഒക്കെ നടത്തി ജീവിക്കുന്നവർ. ഇങ്ങനെയുള്ളവർ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ തട്ടിയെടുക്കുന്നത് ഒരാളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഇതുപോലെ പിടിച്ചു പറിച്ചെടുക്കുന്ന പണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമോ? മോഷ്ടിച്ചും തട്ടിച്ചും സമ്പാദിക്കുന്ന സ്വത്ത് നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും ഉതകുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പലരും താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയാണ് ഒരാളെ ചതിക്കുന്നത്. എന്നാൽ ഏതൊരു കള്ളത്തരവും പിടിക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാലക്കാട് പണം കൊള്ളയടിക്കാൻ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയ കേസും കോട്ടയത്ത് വിനോദയാത്ര പോകാൻ മോഷണം നടത്തിയ കൗമാരക്കാരുടെ കഥയും വിശദമായി പരിശോധിക്കേണ്ടതാണ്. അതിനു മുൻപ് കൊച്ചിയിൽ മദ്യലഹരിയിൽ ഒരു യുവാവ് നടത്തിയ പരാക്രമത്തിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. കൊച്ചി നഗരത്തിലൂടെ രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടോ? എവിടെയും ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ കാണാം. ലഹരി മാഫിയയും ക്രിമിനൽ സംഘങ്ങളും നഗരം കീഴടക്കുകയാണ്. പകൽ പോലും പുറത്തിറങ്ങാൻ പേടിക്കേണ്ട കാലം. ചെറിയ പ്രശ്നങ്ങളിൽ പ്രകോപിതരാകുന്ന യുവാക്കൾ, ആക്രമണം അഴിച്ചുവിടുന്ന ഗുണ്ടാ സംഘങ്ങൾ. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യുവാവ് കത്തി കാണിച്ച് പരാക്രമം നടത്തിയത് മദ്യലഹരിയിലാണ്. വളഞ്ഞമ്പലത്തെ ഒരു ജ്യൂസ് കടയിൽ സ്കൂട്ടറിലെത്തിയ അക്രമി കടവുടമയെ ആക്രമിക്കുകയും സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി സച്ചിൻ, ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ബിച്ചു എന്നിവരാണ് പിടിയിലായത്. ആലപ്പുഴ സ്വദേശി സച്ചിൻ, സുഹൃത്ത് ബിച്ചു എന്നിവരാണ് സംഭവത്തിൽ പോലീസിന്റെ പിടിയിലായത്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള വളഞ്ഞമ്പലത്തെ ഒരു ജ്യൂസ് കടയിലെത്തിയതായിരുന്നു സച്ചിനും സുഹൃത്തും. മദ്യലഹരിയിലായിരുന്ന സച്ചിൻ കടയിലുണ്ടായിരുന്ന ആളുകളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും കടയിലെ സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കടയുടമ പോലീസിന് വിവരം അറിയിച്ചു. സെൻട്രൽ പോലീസ് SI നസീം സലീമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സച്ചിനെയും ബിച്ചുവിനെയും പിടികൂടിയത്. സച്ചിനും സുഹൃത്തും താമസിക്കുന്ന ലോഡ്ജ് മുറിയിൽ നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. പ്രതികൾക്കെതിരെ BNS 333, 324(4), 351(2), 3(5) വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. അനധികൃതമായ കടന്നുകയറ്റം, സ്വത്ത് നശിപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ, സംഘടിതമായി ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പ്രതികളെ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. കുറച്ചുനാൾ മുൻപ് വരെ വളരെ സമാധാനത്തോടെ ജീവിച്ചവരാണ് നമ്മൾ മലയാളികൾ. രാത്രിയും പകലും സ്വൈര്യമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സ്ഥിതി? ക്രിമിനൽ സംഘങ്ങളെ പേടിക്കാതെ പുറത്തിറങ്ങാൻ സാധിക്കില്ല. പിടിച്ചുപറിയും കൊള്ളയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നിത്യസംഭവം. പാലക്കാട് കഞ്ചിക്കോട് വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസ് ഞെട്ടലോടെയാണ് കേട്ടത്. കഞ്ചിക്കോട് സ്വദേശി ബിനുവിനെ തട്ടിക്കൊണ്ടുപോയി 15 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ആക്രമിച്ചെന്ന് പരാതി. പിന്നീട് സാഹസികമായി രക്ഷപ്പെട്ട ബിനുവിന് ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മെയ് 28 രാത്രിയാണ് അകത്തേത്തറയിൽ വെച്ച് 5-അംഗ സംഘം കാറിലെത്തി 47-കാരൻ ബിനുവിനെ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ചാവടി ചിമ്മണാംപതിയിലെ ഒഴിഞ്ഞ പ്രദേശത്തെ വീട്ടിനുള്ളിലെത്തിച്ച് കെട്ടിയിട്ട് പണം ആവശ്യപ്പെട്ട് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബിനു പറയുന്നു. ലോട്ടറി അടിച്ചതിൽ നിന്ന് 15 ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. ബിനുവിൻ്റെ ഉടമസ്ഥതയിലുള്ള 5 കാറുകൾ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിൽ ഒരാളുടെ പേരിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു.
എവിടെയൊക്കെ തട്ടിക്കൊണ്ട് ചാവടിയിലേക്ക്? ചാവടിയില്ല, തല്ലിപ്പള്ളി പോലെ സ്ഥലം കൊണ്ട് അവിടെ തല്ലി പഴഞ്ഞു പോയി ചാവടിയിട്ട് റൂമിട്ട് തട്ടിയത്. എന്തായിരുന്നു അവരുടെ ആവശ്യം? അവരുടെ ആവശ്യം പൈസ. എത്ര രൂപ വെച്ച്? 15 ലക്ഷം പോകണം. ഇല്ലെങ്കിൽ നിന്റെ വണ്ടികൾ, ഇല്ലെങ്കിൽ എൻ്റെ വീട്, എന്തായാലും നിന്നെ വെറുതെ വിടാൻ പോകണം, നിന്നെ കൊല്ലും. നിന്റെ കേസ് കൊടുത്താലും ഞങ്ങൾ എന്തായാലും വെളിയിൽ വന്നാൽ നിന്നെ കൊല്ലും. ഈ കിരൺ ബന്ധുവാണ്? ആ ബന്ധുവാണ്. കൊല്ലും, നിന്നെ കൊല്ലും. അപ്പോൾ വീട് എനിക്ക് കൊണ്ടാ. എങ്ങനെ രക്ഷപ്പെട്ടു അവിടുന്ന്? അവരുടെ ഇത് തല്ലിയിട്ട് ഒരു 10 മിനിറ്റ് സമയം തന്നു. ആലോചിച്ച് പറയാൻ പറ്റും. അത് അടുത്തൊരു ജല്ലുണ്ടായിരുന്നു. ഞാൻ ജല്ലിൽ കൂടി ചാടി ഓടി, കാട്ടിൻ്റെ കൂടെ ഓടി. അടുത്തൊരു 1.5 കിലോമീറ്റർ കമ്പനി ഉണ്ടായിരുന്നു. നേരെ കമ്പനി കത്തി അതിനോട് പറഞ്ഞു. അത് നേരെ ചാവടി പോലീസിൽ വന്ന്. മെയ് 30-ന് തട്ടിക്കൊണ്ടുപോകൽ സംഘം പുറത്തു പോയപ്പോൾ ബിനു സാഹസികമായി ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു. ചാവടിയിൽ ഒരു കമ്പനിയിലേക്ക് ഓടിക്കയറിയ ബിനുവിനെ നാട്ടുകാർ ചേർന്നാണ് പോലീസിന്റെ സഹായത്തോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. കാലിനും കഴുത്തിനും പരിക്കേറ്റ ബിനു ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഹേമാംബിക നഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. അഷ്കർ എന്ന പേരിന് അറബിയിൽ പ്രകാശം പരത്തുന്നവനാണെന്ന് അർത്ഥം. എന്നാൽ തിരുവനന്തപുരം നെടുമങ്ങാട്ടെ അഷ്കർ അന്ധകാരം നിറഞ്ഞവനാണ്. അർഷിദ് എന്ന പൊന്നോമനയുടെ ജീവനെടുത്ത ചെകുത്താൻ, മനുഷ്യരുടെ വേദനകൾ കണ്ട് ആനന്ദിക്കുന്നവൻ. അയാളുടെ ക്രൂരതയ്ക്കിരയായ ആദ്യ ഭാര്യ ആമന ഇപ്പോഴും മരണത്തോട് മല്ലടിക്കുന്നു. അതിനുശേഷം ഒപ്പം കഴിഞ്ഞിരുന്ന യുവതിയുടെ ആത്മഹത്യ. പരിചയപ്പെടുന്ന സ്ത്രീകളെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്നതിന് ബിരുദൻ. അവനിന്ന് ജയിലിന് പുറത്തിറങ്ങിയാൽ വേറെ ഇരകളെ തേടിപ്പോകും. ഈ കൊടും കുറ്റവാളിയും സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിന്ന അഖിലയും ഇനി വെളിച്ചം കാണാൻ പാടില്ല. അഖിലയ്ക്കെതിരെ കൊലപാതക പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. തന്റെ ജീവിതത്തിൽ അഖിലയുടെ കുഞ്ഞ് ബാധ്യതയാകുമെന്ന് കരുതിയാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്നാണ് രണ്ടാനച്ഛൻ അഷ്കർ പോലീസിനോട് സമ്മതിച്ചത്. 3 മാസത്തെ നിരന്തര പീഡനത്തിനൊടുവിലാണ് കുഞ്ഞു മരിച്ചത്. അമ്മ അഖിലയ്ക്കെതിരെ കൊലപാതക പ്രേരണ കുറ്റം ഉൾപ്പെടുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കൊലപാതകത്തിൽ അഖിലയ്ക്ക് നേരിട്ട് പങ്കുണ്ടോ എന്ന കാര്യവും കുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നോ എന്നതും പോലീസ് അന്വേഷിക്കും. തമിഴ്നാട്ടിലെ നൃത്ത പരിപാടിയെക്കുറിച്ചും വിശദമായി അന്വേഷിക്കാനാണ് തീരുമാനം. റിമാൻഡിലുള്ള അഷ്കറിനെയും അഖിലയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ അർഷിദിന്റെ പിതാവും അഖിലയുടെ ആദ്യ ഭർത്താവുമായ അഖിലിന്റെ മരണവും അഖിലയ്ക്കൊപ്പം ഡാൻസ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ മരണവും അന്വേഷിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. 2 മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. അഖിലയുടെയും അഖിലിന്റെയും പ്രണയവിവാഹമായിരുന്നു. അഖില അർഷിദിനെ ഗർഭം ധരിച്ചിരിക്കവെയായിരുന്നു അഖിലിന്റെ ആത്മഹത്യ. അഷ്കറിന് മുൻപ് അഖിലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. ഇക്കാര്യം അഖിൽ അറിഞ്ഞെന്നും വിഷയം പോലീസ് സ്റ്റേഷനിൽ വരെ എത്തിയതായിരുന്നെന്നുമാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അഖിലയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതായി അഖില പറഞ്ഞതിന് പിന്നാലെ വീട്ടിലെത്തിയ അഖിൽ ജീവനൊടുക്കുകയായിരുന്നു. അഖിലയ്ക്കൊപ്പം ഡാൻസ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന യുവതി ചിറയൻകീഴ് സ്വദേശിനിയാണ്. ഇതേ സ്കൂളിൽ ഡ്രൈവറായിരുന്ന അഷ്കറുമായി യുവതിയുടെ വിവാഹം തീരുമാനിച്ചിരുന്നു. എന്നാൽ അഷ്കർ വിവാഹത്തിൽ നിന്ന് പിന്മാറി അഖിലയ്ക്കൊപ്പം താമസം തുടങ്ങി. ഇതിന് പിന്നാലെയായിരുന്നു യുവതിയുടെ മരണം. ഈ മരണത്തിന് പിന്നിൽ അഖിലയ്ക്കും അഷ്കറിനും പങ്കുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കും. അതിനിടെ അഷ്കർ ആദ്യ ഭാര്യ ആമിനയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നെന്ന വിവരം പുറത്തു വന്നിരുന്നു. ആമിനയുടെ സഹോദരൻ മുങ്ങിമരിച്ചതിൽ ദുരൂഹത സംശയിക്കുന്നതായും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട പിതാവ് മന്ത്രി ബിന്ദു കൃഷ്ണയെ കണ്ടു. മകനെ സ്കൂളിൽ ചെന്ന് അഷ്കർ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു. സ്വത്തെഴുതി വാങ്ങാനാണ് ആമിനയെ മർദ്ദിച്ചത്. ഇയാളുടെ ഉമ്മയും സഹോദരിയും ക്രൂരമായി മർദ്ദിച്ചിരുന്നു. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ലെന്നാണ് പിതാവിന്റെ ആരോപണം. അഷ്കറിനെതിരായ പരാതികളിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് 6 കേസ് കൊടുത്തു എന്ന് അവർ പറയുന്നു. ഭർതൃഗൃഹത്തിലെ പീഡനത്തെക്കുറിച്ച്
6 കേസ് ആ പരാതികൾ ആവർത്തിച്ച് കൊടുത്തിട്ടും കേസെടുത്തില്ല എന്ന് പറയുന്ന പോലീസിന്റെ നിഷ്ക്രിയത്വത്തെ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പോലും ആകാത്തതാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് ശക്തമായ നിയമ നടപടി എടുക്കുവാൻ ഉത്തരവാദപ്പെട്ട പോലീസ് ഇത്തരത്തിൽ പെരുമാറിയത് കൊണ്ട് കൂടിയായിരിക്കാം ആ പിഞ്ചു കുഞ്ഞിന്റെ മരണം സംഭവിക്കുന്നത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. അന്ന് ആ ക്രിമിനലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. പക്ഷെ അതുണ്ടായി. ആ പോലീസ് ഈ പരാതികൾ കൊടുത്തിട്ട് അന്വേഷിക്കാത്ത പോലീസ് നടപടിയെക്കുറിച്ച് പോലീസുകാരെ കുറിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്ത് അത് സംബന്ധിച്ച നടപടികളെടുക്കും. എത്രയും പെട്ടെന്ന് അത് സംബന്ധിച്ച കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ നടപടികൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവர்களுമായിട്ട് സംസാരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം പുനലൂർ ആളുകേറാമലയിലെ ആളും അനക്കവും ഇല്ലാത്ത റബ്ബർ തോട്ടത്തിലെത്തിയാൽ ഭീതിപ്പെടുത്തുന്ന ചില കാഴ്ചകൾ കാണാം. കാട് മൂടിക്കിടക്കുന്ന, പകൽ സമയം പോലും ആളുകൾ പോകാൻ പേടിക്കുന്ന സ്ഥലം. അവിടെ റബ്ബർ മരങ്ങൾക്കും കരിയിലകൾക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. 2025 സെപ്റ്റംബർ 23 റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ആരുടെ മൃതദേഹമാണ്? ആരാണ് ആ ക്രൂരകൃത്യം ചെയ്തത്? 9 മാസത്തോളം പോലീസ് അന്വേഷണം നടത്തിയിട്ടും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. പ്രതിയെന്ന് ആദ്യം സംശയിച്ച അനിക്കുട്ടനാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. ഇതോടെ കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എത്തുകയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 23 മുക്കടവ് ആളുകേറാമലയിൽ റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത്. ഏറെ മൃഗീയമായ കൊലപാതകമെന്നാണ് പോലീസ് തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത്. റബ്ബർ മരത്തിൽ കയ്യും കാലും ചങ്ങലയിൽ പൂട്ടി മുഖമുൾപ്പെടെ കത്തിച്ച് വികൃതമാക്കിയ നിലയിലായിരുന്നു മൃതദേഹം. സമീപത്തു നിന്ന് ഒരു ബാഗ്, കുപ്പിവെള്ളം, ഗ്ലാസ്, കത്രിക, നാണയത്തുട്ടുകൾ എന്നിവ കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് കാട് വെട്ടിത്തളിച്ച് നടത്തിയ പരിശോധനയിൽ ചങ്ങല താഴിട്ട് പൂട്ടാൻ ഉപയോഗിച്ച താക്കോലും കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടത്തിൽ 45-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണെന്നും നെഞ്ചിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്നും കണ്ടെത്തി. തുടർന്ന് പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ കൊലപാതകം നടന്ന സ്ഥലത്തിന് സമീപത്തുള്ള പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങുന്ന ഒരാളുടെ ദൃശ്യങ്ങൾ ലഭിച്ചു. ഇത് കൊലപാതകവുമായി ബന്ധമുള്ള ആളാണെന്ന് സംശയിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയുള്ള അന്വേഷണത്തിൽ ദൃശ്യത്തിലുള്ളത് ആലപ്പുഴ താമരക്കുളം വേടരിപ്ലാവ് സ്വദേശി 46 വയസ്സുള്ള പാപ്പർ എന്ന് വിളിക്കുന്ന അനിക്കുട്ടനാണെന്ന് വ്യക്തമായി. ഇയാളാണ് പ്രതിയെന്നുറപ്പിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കേസിൽ വീണ്ടും വഴിത്തിരിവുണ്ടായത്. അനിക്കുട്ടനാണ് കൊല്ലപ്പെട്ടതെന്ന നിലപാടിലേക്ക് പോലീസ് എത്തി. എന്നാൽ മൃതദേഹത്തിന്റെ ഇടതുകാലിന് ശേഷിക്കുറവ് തോന്നിച്ചിരുന്നെങ്കിലും അനിക്കുട്ടൻ ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ആളായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. കൊല്ലപ്പെട്ടത് അനിക്കുട്ടനെങ്കിൽ കൊന്നത് ആരെന്നോ എന്തിനു വേണ്ടിയെന്നോ ഉള്ള ചോദ്യങ്ങളും ബാക്കിയാണ്. പോലീസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് പ്രതിഷേധ സമരങ്ങളും നടന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയതായുള്ള അറിയിപ്പ് വരുന്നത്. കേസിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന്. ഇത് മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്, ഉന്നത ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആദ്യം തന്നെ ആവശ്യപ്പെടുന്നത് ഞാനാണ്. എന്നാൽ ഇപ്പോൾ അറിയുന്നത് അത് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു എന്നാണ്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുവാൻ വേണ്ടി ഉത്തരവ് വന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്. വളരെ ഈ അന്വേഷണ ഏജൻസി ഏൽപ്പിച്ചതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ എന്തിരുന്നാലും ആദ്യം തന്നെ ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്താതെ ഇരുട്ടിൽ തപ്പിയ പോലീസ് ഈ നാടിനെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഉള്ള ഒരു കൊലപാതകം, ഇവിടെ ആശങ്ക അകറ്റുവാൻ, ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ ഈ പോലീസിന് ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ, ഖേദകരമായ ഒരു സാഹചര്യമാണ്. ഏറെ ദുരൂഹതകളുള്ള കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.
ന്യൂസ് 18 പുനലൂർ. ഒരു വല്ലാത്ത ലോകത്താണല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. പോലീസിൽ പരാതിപ്പെട്ടാൽ ഭീഷണിയും അക്രമവും. മലപ്പുറം തിരൂരിൽ ഒരമ്മയ്ക്കും മകനും നേരിടേണ്ടി വന്ന ദുരിത കഥയിലേക്കാണ്. മകനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പരാതിപ്പെട്ടതിൻ്റെ വൈരാഗ്യത്തിൽ യുവതിക്ക് നേരെ വീട്ടിൽ കയറി ലൈംഗിക അതിക്രമം. കേസിൽ തിരൂർ പടിഞ്ഞാറക്കര സ്വദേശി സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ കുറേ നാളുകളായി അയൽവാസിയായ സന്തോഷ് ഇവരെ ഉപദ്രവിക്കുന്നു എന്നാണ് പരാതി. തിരൂർ പടിഞ്ഞാറേക്കരയിൽ അയൽവാസിയായ യുവതിയെ വീട്ടിൽ കയറി ലൈംഗികമായി ഉപദ്രവിച്ച കേസിലാണ് യുവാവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറേക്കര നായർത്തോട് സ്വദേശി ചെരണ്ടശ്ശേരി വീട്ടിൽ സന്തോഷ് എന്ന 40-കാരനാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. യുവതിയുടെ വീട്ടിൽ കയറി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. പ്രതി സന്തോഷ പരാതിക്കാരിയായ യുവതിയുടെ പ്രായപൂർത്തിയാകാത്ത മകനെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു. ഇതേക്കുറിച്ച് യുവതി സന്തോഷിന്റെ ഭാര്യയോട് പരാതി പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് ലൈംഗികാതിക്രമം നടത്തിയത്. തുടർന്ന് യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികൾക്കെതിരെ പരാതിക്കാരിയുടെ മകൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരൂർ ഡിവൈഎസ്പി KM സിദ്ദിഖ, SHO അനിൽകുമാർ ടി, മേപ്പിള്ളി SI വിശാഖ് K വിശ്വൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KR രാജേഷ, ജിനീഷ്, CPO അനന്തു, ആഷിഷ് സ്റ്റീഫൻ, ടോണി വർഗീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരൂർ. വിനോദയാത്ര പോകാനുള്ള പണം കണ്ടെത്താൻ മോഷണം നടത്തിയ 3 കൗമാരക്കാരുടെ കഥയിലേക്കാണിനി. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് വീട്ടിൽ കയറി 3 പവനോളം സ്വർണവും പണവും മോഷ്ടിച്ചത്. കാറിലെത്തി മുഖം മൂടിയും പർദ്ദയും ധരിച്ച് മുൻവാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറിയായിരുന്നു കവർച്ച. കേസിൽ 19-കാരനും കൂട്ടുപ്രതികളായ 2 17-കാരും പോലീസിന്റെ പിടിയിലായി. ആഡംബര ജീവിതത്തിന് വേണ്ടിയാണ് മോഷണം നടത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ മാസം 24-നാണ് മോഷണം നടന്നത്. ആനക്കല്ല് പൊടിമറ്റം റോഡിലുള്ള ആന്റണി ജോസഫ് കല്ലമ്പള്ളിയുടെ വീട്ടിൽ കയറി 3 പവനോളം സ്വർണവും 75,000 രൂപയും പ്രതികൾ മോഷ്ടിക്കുകയായിരുന്നു. ആന്റണിയും കുടുംബവും ബംഗളൂരുവിൽ പോയ ദിവസമാണ് മോഷണം നടന്നത്. കാറിലെത്തി മുഖംമൂടിയും പർദ്ദയും ധരിച്ച് മുൻവാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറിയായിരുന്നു മോഷണം. കൊടുവന്താനം കൊട്ടേപ്പറമ്പിൽ അനിൽകുമാറിന്റെ മകൻ 19 വയസ്സുള്ള അജിത് അനിലിനെയും 17 വയസ്സുള്ള മറ്റ് 2 കൂട്ടുപ്രതികളെയുമാണ് കാഞ്ഞിരപ്പള്ളി SHO CK മനോജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പ്രതികളെ പിടികൂടിയത്. CCTV ക്യാമറകളും ഫോണുകളും സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകളെയും നിരീക്ഷിച്ചു നടത്തിയ അന്വേഷണത്തിൽ മോഷണത്തിന് ഉപയോഗിച്ച വാഹനം കണ്ടെത്തി. ഇതാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. പിടിയിലാകുമ്പോൾ മോഷ്ടിച്ച ഒരു മോട്ടോറും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു. അറസ്റ്റിലായ അജിത്ത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് മറ്റൊരു മോഷണക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളയാളാണ്. മറ്റ് 2 പ്രതികളും കോളേജ് വിദ്യാർത്ഥികളാണ്. ന്യൂസ് 18 കോട്ടയം. മറ്റുള്ളവരെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നതും അനാവശ്യ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നതും മലയാളികളുടെ ഒരു ശീലമാണല്ലേ. നമുക്കതൊരു രസമായിരിക്കും. എന്നാൽ ഇരയാകപ്പെടുന്ന ചില വ്യക്തികളില്ലേ, അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. താരസംഘടനയായ അമ്മയിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ കാരണം
ഇത്തരം ഗോസിപ്പും മെസ്സേജുകളുമാണ്. പിന്നീട് പരസ്പരമുള്ള വിഴുപ്പലക്കലിലും പോലീസ് പരാതിയിലും വരെ സംഭവമെത്തി. നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ താരസംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ തൃക്കാക്കര ACPക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. അൻസിബയുടെ പരാതി പൂർണ്ണമായും തള്ളിയ ലക്ഷ്മിപ്രിയ സത്യാവസ്ഥ തെളിയിക്കാൻ തൻ്റെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ടെന്നാണ് പറയുന്നത്. തൃപ്പൂണിത്തറ ഹിൽ പാലസ് വനിതാ SI രേഷ്മയുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. അൻസിബ നൽകിയ പരാതി പൂർണ്ണമായും തള്ളുകയാണ് നടി ലക്ഷ്മിപ്രിയ. അൻസിബ അയച്ച സന്ദേശം കുടുംബജീവിതത്തെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് പരാതി നൽകിയത്. അൻസിബ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടില്ല. 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് തൃപ്പൂണിത്തറ വനിതാ സെല്ലിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ തെളിവുകൾ SP-ക്ക് കൈമാറി. വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ സംഘടന ഇടപെടേണ്ട കാര്യമില്ലെന്നും ലക്ഷ്മിപ്രിയ. നമ്മളുടെ അടുത്തുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കും. ഇപ്പം ഇവർ പല രീതിയിലും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കംപ്ലൈൻറ്റിന് പോകുന്നതിന് മുമ്പ് അവിടെ CCTV വിഷ്വൽസ് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ്. ഇതൊരു പ്ലാൻഡ് മൂവ്മെൻ്റ് ആണല്ലോ. അപ്പം അങ്ങനെ കേസ് കൊടുത്തത്. അപ്പം നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും എല്ലാമുള്ള ഡിജിറ്റൽ, അവിടെ എന്ത് നടന്നു എന്നുള്ളതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഫുള്ള് ഇന്ന് കൈമാറും. എൻ്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എൻ്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ. എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ളൊരു അവകാശമില്ലേ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഉടൻ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറും. ഇതിനുശേഷമായിരിക്കും കേസിൽ തുടർന്നുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക. ലക്ഷ്മിപ്രിയയുടെ വ്യാജ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അൻസിബയുടെ ആരോപണം. താൻ നേരിട്ട അപമാനത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം അൻസിബ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊച്ചി നഗരത്തിലൂടെ പകൽ സമയങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? വൈകിട്ട് സുരക്ഷിതമായി വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ് കേട്ടോ. പൊതുനിരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന സ്വകാര്യ ബസ്സുകൾ മറ്റ് യാത്രക്കാർക്ക് വലിയ ഭീഷണിയാവുകയാണ്. ബസ്സുകളുടെ മത്സരയോട്ടം മാത്രമല്ല, അവർ തമ്മിലുള്ള വാക്കുതർക്കം പലപ്പോഴും കയ്യാങ്കളി വരെയും കലാശിക്കുന്ന കാഴ്ച. തൃപ്പൂണിത്തുറയിൽ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരു യാത്രക്കാരന് പരിക്കേറ്റു. വൈറ്റില തൃപ്പൂണിത്തുറ റൂട്ടിലോടുന്ന കൈലാസനാഥൻ, ബിലാൽ എന്നീ ബസ്സുകളുടെ ജീവനക്കാർ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. യാത്രക്കാരുടെ ജീവന് ഭീഷണിയാക്കുന്ന തരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും അതേ തുടർന്നുണ്ടാകുന്ന തർക്കങ്ങളും കൊച്ചിയിൽ പതിവായിരിക്കുകയാണ്. സമയക്രമത്തെ തുടർന്നുണ്ടാകുന്ന തർക്കവും ജീവനക്കാർ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളുമൊക്കെ യാത്രക്കാരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളിലേക്കാണ് എത്തുന്നത്. വൈറ്റില തൃപ്പൂണിത്തുറ റൂട്ടിലോടുന്ന കൈലാസനാഥൻ ബസ്സിലെയും ബിലാൽ എന്ന ബസ്സിലെയും ജീവനക്കാർ തമ്മിലാണ് ഒടുവിൽ സംഘർഷമുണ്ടായത്. തർക്കത്തെ തുടർന്ന് ബിലാൽ എന്ന ബസിന്റെ പിന്നിലെ ചില്ല് കല്ലെറിഞ്ഞു തകർത്തു. ഈ ചില്ലിന്റെ ചീടുകൾ തെറിച്ചു വീണ് പിൻസീറ്റിലിരുന്ന യാത്രക്കാരന് പരിക്കേറ്റു. സംഭവത്തിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. 2 ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തൊടുപുഴ സ്മിത ആശുപത്രിയിൽ നേഴ്സ് ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവം അതീവ ഗൗരവത്തോടെ കാണേണ്ട കേസാണ്. നേഴ്സുമാർ നേരിടുന്ന തൊഴിൽ ചൂഷണത്തിന് ആരാണ് ഉത്തരവാദികൾ? മേലുദ്യോഗസ്ഥരെ പോലെ മാനേജ്മെന്റും ഇതിൽ കുറ്റക്കാരല്ലേ?
നിലവിൽ ആശുപത്രിയിലെ 3 ജീവനക്കാർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന നഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ പോലീസ് കേസെടുത്തത്. ആരോപണ വിധേയരായ 3 ജീവനക്കാരെ ആശുപത്രി മാനേജ്മെന്റ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് തൊടുപുഴ സ്മിത ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആശുപത്രിയിൽ ചീഫ് നഴ്സ് ഓഫീസറും സൂപ്പർവൈസറും മാനസിക സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ജോലിസ്ഥലത്ത് വെച്ച് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാണ് പരാതി. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 3 ആശുപത്രി ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. ചീഫ് നഴ്സിംഗ് ഓഫീസർ ലിസി ഫിലിപ്പ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ നിഷ, സ്റ്റാഫ് നഴ്സ് അൽഫോൺസ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഏറെ നാളായി ആശുപത്രിയിൽ തൊഴിൽ പീഡനം നടക്കുന്നുവെന്നാരോപിച്ച് യുവജന സംഘടനകൾ പ്രതിഷേധം നടത്തിയിരുന്നു. ആശുപത്രിക്ക് പുറത്ത് യുവമോർച്ചയും അകത്ത് ഡിവൈഎഫ്ഐയുമാണ് പ്രതിഷേധം തീർത്തത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഞായറാഴ്ച രാത്രി തന്നെ 3 പേരെ സസ്പെൻഡ് ചെയ്തു. ആശുപത്രിയിൽ കടന്നു കയറി പ്രതിഷേധിച്ചതിന് യുവജന സംഘടനാ പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 15 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയും 11 യുവമോർച്ച പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നഴ്സിനെ ആരോപണ വിധേയരായ ജീവനക്കാർ തുടർച്ചയായി മാനസികമായി ഉപദ്രവിച്ചിരുന്നു എന്നാണ് ഉയരുന്ന ആരോപണം. ന്യൂസ് 18 തൊടുപുഴ. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി പോലീസ് സംസ്ഥാനത്ത് വല വിരിച്ചിരിക്കുകയാണ്. ലഹരി മാഫിയയെ ഒന്നടങ്കം ഇല്ലാതാക്കാനാണ് നീക്കം. അതിന്റെ ഭാഗമായി താഴെത്തട്ട് മുതൽ പരിശോധന നടക്കുന്നുണ്ട്. തൃശൂർ റൂറൽ പരിധിയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 15 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 7 പേരെ പിടികൂടുകയും ചെയ്തു. MDMA-യും ഹാഷിഷ് ഓയിലും കഞ്ചാവും ഉൾപ്പെടെ ഇവരിൽ നിന്നും കണ്ടെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. സംസ്ഥാന വ്യാപകമായി ലഹരി മാഫിയയ്ക്കെതിരെ നടത്തുന്ന തൂഫാൻ ദി നാർക്കോ ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് വ്യാപക പരിശോധന നടന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡുകൾ. ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂട്ടിച്ചേർത്ത് 6 കേസുകളും ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് 8 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. ചേർപ്പ് കോടന്നൂരിൽ 1/2 കിലോയോളം ഹാഷ് ഓയിലുമായി വയനാട് സ്വദേശി പിടിയിലായി. വയനാട് നെടുമ്പാല ഉപ്പുപാറ സ്വദേശി ജിത്തുവാണ് പിടിയിലായത്. കണ്ണൂരിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരനാണ് ഇയാൾ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഹാഷ് ഓയിലുമായി കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട അനീസിനെ അറസ്റ്റ് ചെയ്തു. വധശ്രമം, കവർച്ച തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. കാട്ടൂരിൽ ഹാഷ് ഓയിലുമായി പുല്ലത്ര സ്വദേശി സുമേഷിനെ അറസ്റ്റ് ചെയ്തു. സുമേഷും നേരത്തെ ലഹരി കേസുകളിലടക്കം പ്രതിയാണ്. വെള്ളിക്കുളങ്ങരയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി റൌഡി ലിസ്റ്റിൽപ്പെട്ട മറ്റത്തൂർ സ്വദേശി അഭിലാഷിനെ പിടികൂടി.
ഇയാൾ 2 വധശ്രമ കേസുകളിലും ഒരു അടിപിടി കേസിലും പ്രതിയാണ്. പലപ്പാട് ഹാഷ് ഓയിലുമായി പിടിയിലായ രാഹുലും റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ്. ഇയാൾ 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ കഞ്ചാവുമായി സുനാമി ഉന്നത സ്വദേശി ജോൺസൺ അറസ്റ്റിലായി. ചേർപ്പിൽ നിരോധിത പുകയിലോൽപ്പന്നങ്ങൾ സൂക്ഷിച്ചതിന് പറപ്പൂക്കർ സ്വദേശി ബാബുവും പിടിയിലായിട്ടുണ്ട്. മതിലകം, കൊരട്ടി, വെള്ളിക്കുളങ്ങര, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 8 കേസുകളിലായി 8 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. മതിലകത്ത് നബീൽ, കൂളിമുട്ട സ്വദേശി നിഷാഖ്, ആല പത്താഴക്കാട് സ്വദേശി അജിത്, പതിയാശ്ശേരി സ്വദേശി അരുൺ, പേഴവര സ്വദേശി ഹിലാൽ എന്നിവരെയും, കൊരട്ടി സ്റ്റേഷൻ പരിധിയിൽ ലിൻസൺ, വെള്ളിക്കുളങ്ങരയിൽ ദീപക്, കൊടുങ്ങല്ലൂരിൽ സന്തോഷ് എന്നിവരെയുമാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തൃശൂർ. ലഹരിക്കെതിരായ പോരാട്ടം നിയമപാലകരുടെ മാത്രം ചുമതലയാണ്. പുതിയ തലമുറ വലിയ അപകടത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സാമൂഹ്യ ഉത്തരവാദിത്തമുണ്ട്. ഇത് തെളിയിക്കുന്നൊരു സംഭവം കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിലുണ്ടായി. ലഹരി മാഫിയ പുഴയിൽ ഒളിപ്പിച്ച കിലോ കണക്കിന് കഞ്ചാവ് കണ്ടെടുക്കാൻ എക്സൈസിന് തുണയായത് ഇസ്മയിൽ എന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. കഞ്ചാവുമായി പുഴയിൽ നിന്ന് കയറി വരുന്ന ഇസ്മയിലിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കഞ്ചാവ് കച്ചവടത്തിന് ഇപ്പോൾ മലയാളികളും കൂട്ടിനുണ്ട്. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ മേഖലകളിൽ ഇത്തരം സംഘങ്ങളാണ് ലഹരി വിൽപ്പനയ്ക്ക് പിന്നിൽ. കൊണ്ടുവരുന്ന കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചു വയ്ക്കാൻ പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അത്തരത്തിൽ ഒരു സംഘത്തെയാണ് മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. കോതമംഗലം പുഴയിൽ ഒളിപ്പിച്ച കഞ്ചാവാണ് സാമൂഹ്യ പ്രവർത്തകൻ ഇസ്മായിലിന്റെ സഹായത്തോടെ എക്സൈസ് കണ്ടെടുത്തത്. എന്നാൽ ലഹരി കേസുകളിൽ പിടിയിലാകുന്ന പലരും വളരെ വേഗം ജാമ്യം നേടുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഇസ്മായിലിനെ പോലുള്ള നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അവരാണ് ഈ 65 ദിവസം കൊണ്ട് പുറത്തിറങ്ങിയത്. കുറച്ചുകൂടി സ്വാധീനമുള്ളവരാണെന്നുള്ളതാണ്. അവർക്ക് സ്വാധീനമുണ്ട്, അവരെ സഹായിക്കാൻ ആളുകളുണ്ട്. നമ്മളിങ്ങനെ കൊടുക്കുന്ന ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്കപ്പോൾ ഒരു ഭീഷണിയാണ്. ഇൻഫർമേഷൻ ഭീഷണി പേടിയൊന്നുമില്ല, ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് നിൽക്കില്ലല്ലോ. എങ്കിലും സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ പറയും സൂക്ഷിക്കണം, അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അവരെല്ലാം നാട്ടിൽ തന്നെയുള്ളവരാണ്. നാട്ടിൽ തന്നെ ഉള്ളവരാണ്. നിരവധി ലഹരി കേസുകൾ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും എക്സൈസിനെ വിവരം അറിയിക്കുമ്പോൾ പല പരിമിതികളും പറയാറുണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എക്സൈസിനെ വിളിക്കുമ്പോൾ പോലീസ് പറയാറില്ല. എക്സൈസ് പറയുന്നത് ഞങ്ങൾക്ക് ഒരു മാസത്ത് 4 കേസാണ് ഒരു മാസത്തേക്ക് ടാർഗറ്റ്. 4 എണ്ണം കഴിഞ്ഞ് 5-ാമത്തെ പറയുമ്പോൾ അവർ പറയുന്നത് എന്നാൽ അടുത്ത മാസത്തേക്ക് ആക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൻ്റെ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തുവാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ നിയമമുണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. 4 എണ്ണമാണ് ഞങ്ങൾക്ക് മേലാഫീസർമാർ ടാർഗറ്റ് തരുന്നത് എന്ന് പറയുന്നുണ്ട്. തൂഫാൻ പോലെ സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ സമൂഹത്തെ കൂടി ഒപ്പം നിർത്തിയാൽ ലഹരി എന്ന വിപത്തിൻ്റെ വേര് എളുപ്പത്തിൽ അറക്കാം. ന്യൂസ് 18 കൊച്ചി. ഇടതു സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധിക്ഷേപം നേരിട്ടത് പോലീസുകാരാണ്. തട്ടിപ്പ് കേസുകളിൽ പെട്ടാൽ പോലും പാർട്ടിക്കാരെ സംരക്ഷിക്കും, എന്നാൽ മറ്റു പാർട്ടികളുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്യും. പക്ഷേ ഭരണം മാറിയ ശേഷം പോലീസിന്റെ രീതിയിൽ എന്തും മാറ്റമാണ് ഉണ്ടായത്. കാക്കിയിട്ടവർക്ക് ചെങ്കോടിയോട് ഇപ്പോഴും വിധേയത്വമുണ്ടെന്നാണ് തൃശൂർ അന്തിക്കാട്ടെ ഒരു തട്ടിപ്പ് കേസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ MLA CC മുകുന്ദന്റെ വ്യാജ ഒപ്പിട്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തിയ കേസിൽ ഭരണം മാറിയിട്ടും പ്രതിക്ക് പോലീസിന്റെ സംരക്ഷണം. മസൂദ് K വിനോദിനെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടും അറസ്റ്റ് ചെയ്യാതെ തൃശൂർ അന്തിക്കാട് പോലീസ് സംരക്ഷിക്കുന്നത്.
5 വർഷം മുൻപ് മന്ത്രി VS സുനിൽകുമാറിന്റെ PA ആയിരുന്ന മസൂദ് കെ വിനോദിനെ CC മുകുന്ദൻ MLAയുടെ PA ആയി നിയമിച്ചത് CPI തന്നെയായിരുന്നു. എന്നാൽ MLA പോലും അറിയാതെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നീങ്ങിയതോടെ മുകുന്ദൻ പാർട്ടിക്ക് പരാതി നൽകി. പരാതി മുഖവിലക്കെടുക്കാതെ പോകുന്നതിനിടയിലായിരുന്നു വ്യാജ ഒപ്പിട്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തിയത്. തന്റെ വ്യാജ ഒപ്പിട്ട് 85,400 രൂപയോളം തട്ടിയെന്നും മറ്റു നിരവധി തട്ടിപ്പുകളും പാർട്ടി നിയോഗിച്ച മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് ചെയ്തു എന്നുമാണ് CC മുകുന്ദന്റെ മൊഴി. സംഭവത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് എടുത്ത കേസാണ് അന്തിക്കാട്ടേക്ക് മാറ്റിയത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെങ്കിലും ഇതുവരെയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാതെ പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്നു എന്നാണ് ആക്ഷേപം. ഇതിനിടയിലാണ് അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യം തേടി പ്രതി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഭരണം മാറിയിട്ടും മസൂദ് കെ വിനോദിനെ അറസ്റ്റ് ചെയ്യാത്തത് കോൺഗ്രസ് LDF അന്തർധാരയുടെ ഭാഗമാണ് എന്ന് BJP ആരോപിക്കുന്നു. ന്യൂസ് 18 തൃശൂർ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങളും പരിശോധിച്ചാൽ അതിൻ്റെ കാരണം മനസ്സിലെ പകയും മുൻ വൈരാഗ്യവുമായിരിക്കും. പണ്ട് ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ കഴിയാത്തതാണ് പലരുടെയും പ്രശ്നം. നിങ്ങളെ വേദനിപ്പിച്ച, കരയിപ്പിച്ച വ്യക്തിയോട് പൂർണ്ണമായും ക്ഷമിക്കാൻ കഴിയാറുണ്ടോ? പ്രിയപ്പെട്ടവരാൽ വഞ്ചിക്കപ്പെടുന്നതിൽ പരം വേദന മറ്റൊന്നില്ല. അവരോടുള്ള ദേഷ്യവും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കണോ അതോ എല്ലാം മറക്കണോ? ഒരാളുടെ പ്രതികാരം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? അത് പലപ്പോഴും നമുക്ക് തന്നെയാകും ദ്രോഹം വരുത്തി വയ്ക്കുക. ഒന്ന് സ്വയം ചിന്തിച്ചേ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല. നിങ്ങളുടെ മൂല്യം അറിയുക, നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുക. അതിലൂടെ ലഭിക്കുന്ന പോസിറ്റിവിറ്റി ജീവിതത്തെ എങ്ങനെ മാറ്റുന്നുവെന്ന് പരിശോധിക്കുക. നമ്മളോട് തെറ്റ് ചെയ്യുന്നവർക്കും അവരുടേതായ കാരണങ്ങളുണ്ടാകും. അതുകൂടി മനസ്സിലാക്കി എല്ലാം ഒന്ന് ക്ഷമിച്ചു നോക്കിക്കേ. ഒരു സമാധാനം കിട്ടില്ല. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.